നമ്മൾ ഈ പൊതുജനത്തിൻ്റെ പണം നിങ്ങളത് ആലോചിക്കണം. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിൻ്റെ 4/1 തുക കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കാൻ 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം 3,000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് കൊടുത്ത സർക്കാർ കൊടുത്ത സഹായത്തിൻ്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോൾ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പോൾ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചിലവ് കൂടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറേ കൂടെ സെൽഫ് റിലയൻ്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊയ്ക്കോട്ടെ, ഇതിങ്ങനെ പൊയ്ക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിൻ്റെ രീതി ചെയ്യണം. ഈ ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്, കുറേ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് റിയലായിട്ടുള്ള കണക്കാണ്, അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീഷേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ? കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. നമസ്കാരം. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് കേരളത്തിൽ ഇത്രയധികം സാമ്പത്തിക ബാധ്യതയും മാന്ദ്യവും ഉണ്ടായിട്ടുള്ള മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ് പുതിയ മുഖ്യമന്ത്രിയായ VD സതീശൻ 16ാം നിയമസഭയിൽ ഇന്ന് വ്യക്തമാക്കിയത്. VD സതീശൻ ഇന്ന് നിയമസഭയിൽ ധവളപത്രം ഇറക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാല സർക്കാരിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും സാമ്പത്തികമായി പിടിപ്പില്ലായ്മ മൂലം കേരളം ഏതു വിധത്തിലൂടെ കടക്കണിയിൽ ചെന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ സഹിതം അദ്ദേഹം അവതരിപ്പിച്ചത്. ധവളപത്രം സമർപ്പിക്കുക എന്ന് വെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടുള്ള വിരോധമോ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു പോസ്റ്റ്മോർട്ടമോ അല്ല, അല്ലെങ്കിൽ വിശകലനമോ അതേ തുടർന്നുള്ള വിവാദ വിശദീകരണമോ അല്ല. എന്നാൽ കേരളത്തിലെ യഥാർത്ഥ ധനസ്ഥിതി, കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു രേഖാചിത്രം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനടിസ്ഥാനം പുതിയ സർക്കാർ നിലവിൽ വരുമ്പോൾ കേരളത്തിൽ സാമ്പത്തികമായി എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്, എത്ര വരുമാനമുണ്ട്, എത്ര ചിലവുണ്ട്, എത്ര നീക്കിയിരിപ്പുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ബാധ്യതകളാണ് നമുക്കുള്ളത്, എന്തൊക്കെയാണ് ഉടനടി കൊടുത്തു തീർക്കേണ്ടത്, എന്നിങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും അവലോകനങ്ങളും അതിൻ്റെ നേർരേഖകളും തന്നെയാണ് ധവളപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച് കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും സാമ്പത്തിക തകർച്ചയുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ എടുത്തു പറഞ്ഞത്. ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു കടബാധ്യതയല്ല, ഇത് ഒരു കടക്കെണി തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറേണ്ടത് എന്നുള്ളതിന് വിദഗ്ധ സമിതികളുമായി, സാമ്പത്തിക സമിതികളുമായി, ധനകാര്യ ശാസ്ത്രജ്ഞന്മാരുമായി അല്ലെങ്കിൽ ധനകാര്യ വിദഗ്ധന്മാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു സമഗ്ര പദ്ധതി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന പല സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനോ അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അതിന് പുതിയൊരു ഉണർവ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ ദൈനംദിനമുള്ള സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പണം എങ്ങനെയും എവിടെ നിന്നെങ്കിലും കണ്ടെത്തിയേ മതിയാവൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗ്രാൻറ്റുകൾ കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു ശുദ്ധിപത്രം കൂടിയായി ഈ ധവളപത്രം മാറുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും ഖജനാവിൽ കാശില്ല, പണമില്ല എന്ന് കണക്കാക്കി ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷകളും വികസന സ്വപ്നങ്ങളും പദ്ധതികളും ഒന്നും നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കില്ല. അതിന് പണം കണ്ടെത്തിയേ പറ്റൂ. സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ, സാധ്യമായ മാർഗങ്ങളിലൂടെ സർക്കാരിന് പണം കണ്ടെത്തിയേ തീരൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. മാധ്യമ സമ്മേളനത്തിലാണ് കേരളത്തിൽ നിലവിലെ ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ വിശദമായ തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിനാൽ തന്നെ ഒരു തികഞ്ഞ ധനതത്വശാസ്ത്രജ്ഞൻ്റെ മികവോടു കൂടി തന്നെയാണ് VD സതീശൻ പല കാര്യങ്ങളും ആവിഷ്കരിച്ച് പറഞ്ഞത്.
സാമ്പത്തിക നയങ്ങളിൽ പുതിയ സർക്കാർ ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് ഫ്രീ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് KSRTCയെ കൂടുതൽ നഷ്ടത്തിലാക്കില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ KSRTC എല്ലാ കാലത്തും നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ, അതിപ്പോൾ ഉള്ള ഒരു പുതിയ പ്രതിഭാസമല്ലല്ലോ എന്നാണ് VD സതീശൻ പറഞ്ഞത്. അവരെയും സ്വയം പര്യാപ്തത കൈവരിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് KSRTCക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പദ്ധതികളും പ്ലാനുകളുമാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പൊതുജന പങ്കാളിത്തത്തോടു കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി KSRTCയെ മുന്നോട്ട് നയിക്കും. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളിലും കൃത്യമായ വിനിമയത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ എവിടെ നിന്നെല്ലാം സാധ്യമാകും, ഏതൊക്കെ ആളുകളിൽ നിന്ന്, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പത്തികം കണ്ടെത്തി സർക്കാരിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൃത്യമായി പരിശോധിക്കും എന്ന് തന്നെയാണ് VD സതീശൻ വ്യക്തമാക്കിയത്. ഒരു കാരണവശാലും പണമില്ലാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു പദ്ധതിയും മുടങ്ങില്ല, അല്ലെങ്കിൽ ഒരു വികസന സ്വപ്നങ്ങൾക്കും അതുകൊണ്ടൊരു തളർച്ചയുണ്ടാകില്ല, ക്ഷീണമുണ്ടാകില്ല എന്നുകൂടി VD സതീശൻ പറയുന്നു. അതായത് നമുക്ക് കിട്ടുന്ന അടിസ്ഥാന വരുമാനത്തിൻ്റെ 75%, റവന്യൂ വരുമാനത്തിൻ്റെ 75% അത്യാവശ്യമായ ശമ്പളം, അതുപോലുള്ള പെൻഷനുകൾ, ക്ഷേമബത്തകൾ എന്നിവ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. പിന്നീട് എടുത്ത കടങ്ങളുടെ, അതായത് മുൻ സർക്കാരുകൾ ഉൾപ്പെടെയുള്ള കേരളം കൈക്കൊണ്ടിട്ടുള്ള കടമെടുത്തിട്ടുള്ള ആ കടത്തിൻ്റെ പലിശ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ കാര്യങ്ങൾ, അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം പണം കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്. നിലവിൽ ഖജനാവ് ശൂന്യം തന്നെയാണ്, പൂച്ച വെറ്റുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായിരിക്കില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ ബാക്കി പത്രം ഇത് തന്നെയാണ്. അതാണ് ധവളപത്രത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ ആഡംബരപൂർണ്ണമായ ചില ധൂർത്തുകളാണ് സർക്കാരിൻ്റെ ഖജനാവ് ഇത്രത്തോളം ശോഷിച്ചത്, അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക ആരോഗ്യം ഇത്രത്തോളം ക്ഷയിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിൻ്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. ഏതാ അല്ല, അത് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ആ 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇല്ല. പ്ലാനിൽ പെടാത്ത തുകയുടെ എക്സ്പെൻഡിച്ചർ കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ചേർക്കാൻ പാടില്ല. അത് ഈ കിഫ്ബിയിലെ KSRTC മറ്റ് തുകകൾ, പെൻഷൻ ഫണ്ടിൻ്റെയൊക്കെ പൈസ ഇതിനോട് ചേർത്തേക്കുക. ഫിനാൻസ് പോലും അറിയാതെ ചേർത്തേക്കുവാണ്. അല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറികടക്കണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ആ മാർഗങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഞങ്ങൾ ആദ്യം പഠിക്കും. അത് പഠിച്ചിട്ട് അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലല്ല, അത് വേറെ സംവിധാനം ഉണ്ടാക്കും. KSRTC അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ കുറച്ചുകൂടി സെൽഫ് റിലയൻ്റ് ആക്കാനാണ്. സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. കറക്റ്റ് ചെയ്യും. എങ്ങനെ അല്ല, ഇപ്പം എന്തായാലും ഇല്ലല്ലോ. ഇപ്പം ഇല്ലല്ലോ. ഇപ്പം ഈ 14,000 കോടി കിട്ടില്ലല്ലോ. വേണ്ടെന്നാണ് അവർ ശുപാർശ കൊടുത്തേക്കുന്നത്. അല്ല, ആളുകൾ, ജീവനക്കാരായിട്ടുള്ള ആളുകൾ, സംഘടനകളൊക്കെ ശുപാർശ തന്നിട്ടുണ്ട്. ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല. ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല.
അല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അതായത് അവർ പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടണത്? GST ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ളത്. അത് വാറ്റും 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനാണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? മനസ്സിലായി? ഇപ്പം പറഞ്ഞ കാര്യത്തിലത്തെ ഒരു എമൗണ്ടാണത്. അല്ലല്ലോ, ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അപ്പോൾ ഈ 55,000 കോടി 5 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റ് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് 16ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്താണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കതില്ല. അപ്പോഴോ? എവിടെയാണ്, ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് പറയാം? ഏത് ഭാഗത്താണ് അങ്ങനത്തെ ഒരു വെള്ളപൂശൽ? എവിടെയാണുള്ളത്? ഇതൊക്കെ ഈ ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീഷേ വന്ന കുറേ വാചകങ്ങളാണ്, കുറേ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള കണക്കാണ്, റിയൽ കണക്കാണ്. അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീഷേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ? കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. അല്ല, അതല്ലല്ലോ പറഞ്ഞത്. അതിപ്പോൾ എല്ലാ കാലത്തും നഷ്ടത്തിലല്ലേ? അല്ല, എല്ലാം കൂടി ചോദിക്കല്ലേ. ഞാനിപ്പോൾ ആദ്യം ചോദിച്ചതിന് മറുപടി പറയാം. KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു, പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിൻ്റെ 4/1 തുക കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കാൻ 5,000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം 3,000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് സർക്കാർ കൊടുത്ത സഹായത്തിൻ്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോൾ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പോൾ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചിലവ് കൂടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറേ കൂടെ സെൽഫ് റിലയൻ്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊയ്ക്കോട്ടെ, ഇതിങ്ങനെ പോയിക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിൻ്റെ രീതി ചെയ്യണം. അല്ല, അതൊക്കെ ഒരു പോളിസി മാറ്ററാണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ. അല്ലെന്നേ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെൻറ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് കേപ്പബിൾ അല്ല. എല്ലാ ഗവൺമെൻറ്റുകളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ചില കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ജോലി ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. വേറെ സൗകര്യങ്ങൾ ആളുകൾക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് സംരംഭങ്ങൾ കൊണ്ടുവരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ്. ഗവൺമെൻറ് മുടക്കുന്ന പൈസ ഗവൺമെൻറ്റിന് 3 കൊല്ലത്തിനും 5 കൊല്ലത്തിനിടയിൽ തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പോളിസി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറേ വാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. നമ്മൾ ഈ പൊതുജനത്തിൻ്റെ പണം, നിങ്ങളത് ആലോചിക്കണം, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം.